പൂരാവേശത്തിലാണ് തൃശൂർ. വിപിൻ സി വിജയൻ ഇപ്പോൾ തെക്കേ ഗോപുരനടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, തെക്കേ ഗോപുരനട തുറന്ന് ആ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് അവിടെ പൂരപ്രേമികളെല്ലാം. എന്തൊക്കെയാണ് വിവരങ്ങൾ വിപിൻ? യെസ് ഉന്മേഷ്, ഇപ്പോഴിതാ നൂറുകണക്കിന് ആളുകൾ എന്ന് പറഞ്ഞാൽ പോരാ, അത്രത്തോളം ആളുകൾ ഇതാ സ്വരാജ് റൗണ്ടിലേക്ക് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. എല്ലാ കണ്ണുകളും ഈ ഒരൊറ്റ ഗോപുരനടയിലേക്കാണ്. ഇപ്പോൾ നമുക്ക് കാണാം പുഷ്പങ്ങളൊക്കെ അലങ്കരിച്ച തെക്കേ ഗോപുരനട അങ്ങനെ നിൽക്കുകയാണ്. അതിലൂടെ എറണാകുളം ശിവകുമാർ ഇപ്പോൾ പുറത്തേക്ക് വരും. നെയ്തലക്കവലയുടെ തിടമ്പുമായി പുറത്തേക്ക് വരുന്ന ഒരൊറ്റ കാഴ്ച കാണുന്നതിന് വേണ്ടി ഇത് ആയിരങ്ങൾ കാത്തു നിൽക്കുകയാണ്. ഇത് പൂരത്തിൻ്റെ തലേ ദിവസമാണ്, ഇത് പൂര വിളംബര ദിവസമാണ്. പക്ഷേ ഒരു പൂരത്തിനോളം തിരക്ക് ഈ തലേ ദിവസവും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശോക്തിയാവില്ല. അത്രത്തോളം ഒരു തിരക്ക് ഒരു പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് പറയുകയാണെങ്കിൽ ഈ പൂരവിളംബരത്തിന് ഇത്രത്തോളം ഒരു തിരക്ക് ഈ തൃശ്ശൂരിൽ അങ്ങനെ ഉണ്ടാവാറുണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം ഈ പൂരവിളംബരത്തിലെ ഈ ഒരൊറ്റ കാഴ്ച കാണുന്നതിന് വേണ്ടി പല ദേശങ്ങളിൽ നിന്നും പല നാടുകളിൽ നിന്നൊക്കെ ആളുകൾ തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തുകയാണ്. നാളെ എങ്ങനെയായിരിക്കുമോ അതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട്, നമ്മൾ ഈ വെടിക്കെട്ടിനൊക്കെ പറയാറുണ്ടല്ലോ, ഒരു വെടിക്കെട്ടിന് ഒരു സാമ്പിൾ വെടിക്കെട്ട് അതിന് മുൻപ് ഉണ്ടാകുമെന്ന്. അതുപോലെ തന്നെ ഒരു സാമ്പിൾ വെടിക്കെട്ട്, സാമ്പിളായിട്ടുള്ള ഒരു പൂരം തന്നെ ഇന്ന് പറയാം. അത്രത്തോളം തിരക്ക് ഈ പ്രദേശത്തുണ്ട്. ആദ്യമായി ഈ ഒരു തെക്കേ ഗോപുരനട തുറന്നത് കാണുന്നതിന് വേണ്ടി കോട്ടയത്ത് എത്തിയ ഒരു ടീം നമ്മുടെ കൂടെയുണ്ട്. എവിടുന്നാ നിങ്ങൾ വരുന്നത്? ഇങ്ങോട്ടേക്ക് എവിടുന്നാ? അപ്പോ തൃശ്ശൂർ പൂരത്തിന് ആദ്യമായിട്ടാണോ മുഹമ്മദ് ബഷീറിന്റെ നാട്? കാഴ്ച കാണാൻ വേണ്ടി വന്നത്. വിപിനിലേക്ക് എത്താം. ആ ശബ്ദത്തിൽ ചെറിയൊരു സാങ്കേതിക പ്രശ്നം ഉള്ളത് കൊണ്ടാണ് അവിടുത്തെ ആവേശ കാഴ്ച ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് വിപിൻ സി വിജയൻ. നിഖിൽ പ്രമേഷ് കൂടി ചേരുന്നുണ്ട്. നിഖിലിലേക്ക്. ഉന്മേഷ്, ഇതാ ഇപ്പോൾ പടിഞ്ഞാറേ നടയിലേക്ക് പ്രവേശിക്കുകയാണ്. എറണാകുളം ശിവകുമാർ എന്ന കൊമ്പൻ അല്പസമയത്തിനകം തന്നെ പടിഞ്ഞാറേ നടയിലേക്ക് പ്രവേശിക്കും. നോക്കൂ, ഈ ദിവസമൊന്നും ഇവിടെ ഇത്രയധികം തിരക്ക് സാധാരണഗതിയിൽ ഉണ്ടാകുന്നതല്ല. എങ്ങനെയാണോ ആ മേളം നടക്കുന്ന സമയത്ത്, നമ്മളെ ഇലഞ്ഞിത്തറ മേളമൊക്കെ നടക്കുന്ന സമയത്ത് ആളുകൾ എങ്ങനെയാണ് അവരുടെ ആവേശം പ്രകടിപ്പിച്ചിരുന്നത്, അത് കണക്കെ ആകാശത്തേക്ക് കൈകൾ വീശി വളരെ ആവേശത്തോടു കൂടി ഈ നെയ്തലക്കാവിൽ അമ്മയുടെ വരവ് തന്നെ പൂരപ്രേമികളെ ഒരു ആഘോഷമാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടെ കാണാനാകുന്നത്. ഒരുപാടധികം ആളുകൾ തടിച്ചുകൂടുന്ന ഒരു കാഴ്ചയുണ്ട്. ആളുകളൊക്കെ ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുകയാണ് ആ മനോഹരമായിട്ടുള്ള പൂര വിളംബരം എന്ന കാഴ്ച കാണുന്നതിന് വേണ്ടി. അല്പസമയത്തിനകം തന്നെ ഈ പടിഞ്ഞാറേ നടയിലൂടെ നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റിയ എറണാകുളം ശിവകുമാർ എന്ന കൊമ്പൻ ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കും, വടക്കുന്നാഥനകത്തേക്ക് പ്രവേശിക്കും. അതിനുശേഷം ഈ പൂരം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി വാങ്ങിയ ശേഷം തെക്കേ ഗോപുര നട തുറക്കും. അതാണ് ഒരുപക്ഷെ ഈ പൂരത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട പേഴ്സണൽ ഫേവറേറ്റ് ആയ മൊമെന്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഞാൻ പറയുക ഈ പൂര വിളംബരം നടത്തുന്ന ആ നിമിഷവും അതോടൊപ്പം തന്നെ ഉപചാരം ചൊല്ലിപ്പിരിയുന്ന ആ നിമിഷവുമാണ്. രണ്ട് ആനകൾ അഭിമുഖമായി പടിഞ്ഞാറേ നടയിൽ ഇങ്ങനെ നിന്ന് അഭിമുഖമായി വീണ്ടും വരുന്ന വർഷം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് തുമ്പിക്കൈ ഇങ്ങനെ ചുഴറ്റുന്ന ആ കാഴ്ച എന്ത് മനോഹരമായ കാഴ്ചകളാണ്. ഒരുപക്ഷെ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ രണ്ട് ചടങ്ങുകൾ കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു. ഈ രണ്ട് ചടങ്ങുകൾക്കും എറണാകുളം ശിവകുമാർ എന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ പല ദിക്കുകളിൽ നിന്ന് പല ദേശങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. നമുക്ക് അവരുടെ അഭിപ്രായങ്ങളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം, എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഒരു സ്ത്രീകളടക്കം ഒരുപാട് പേര് ഇവിടേക്ക് എത്തിച്ചേർന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരോടൊക്കെ നമുക്ക് ചോദിക്കാം. ചേച്ചി എവിടുന്നാ വരുന്നത്? കോട്ടയം. പൂരം കാണാൻ വേണ്ടി വന്നതാണോ? പഴനിക്ക് വന്നാ അപ്പോഴാണ് ഇത് കണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കയറി അങ്ങ്. കോട്ടയത്ത് എവിടെയാ? കോട്ടയം വള്ളം തന്നെയാ. നിങ്ങൾ എല്ലാരും ഇപ്പൊ ഒരു ഫാമിലി ആയിട്ട് പഴനിക്ക് പോവായിരുന്നു. അപ്പൊ തൃശ്ശൂർ പൂരം കണ്ടപ്പോ ഇവിടെ കൂടിയിട്ട് മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അടിപൊളി പരിപാടിയാ. ഇത് വെറും സാമ്പിളാണ്. ഇല്ല, മുഴുവൻ കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾക്കിപ്പോ പോണമല്ലോ. ഇപ്പൊ തന്നെ തിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ പഴനിന്ന് വന്നൊരു ഫാമിലിയാണ്. അത് ഇവരെ എവിടുന്നാ ചോദിക്കാം. ചേച്ചി എവിടുന്നാ വരുന്നത്? തന്നെയാണ്. എല്ലാ തവണ ഇത് കാണാൻ വരാറുണ്ടോ? നല്ല ജനനിബിഡമാണ് ഉന്മേഷ്. നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ ഏതായാലും വലിയ ആവേശമുണ്ട്, വലിയ ആൾക്കൂട്ടമുണ്ട് അവിടെ.